നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ രണ്ട് വേരിയബിളുള്ള ഒരു ഫംഗ്ഷൻ്റെ റെക്റ്റാങ്കുലർ റീജിയനിലുള്ള ഡബിൾ ഇൻ്റഗ്രൽ ഫ്യൂനിസ് തിയറം യൂസ് ചെയ്ത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അതിൻ്റെ ജനറൽ കേസ് നോക്കാം. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ബൗണ്ടഡ് നോൺ റെക്റ്റാങ്കുലർ റീജിയൻ. ബൗണ്ടഡ് ആയിട്ടുള്ള നോൺ റെക്റ്റാങ്കുലർ റീജിയൻ ജനറൽ കേസാണ്. അതിൽ എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ്റെ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ രണ്ട് കേസുണ്ട്. ആദ്യത്തെ കേസിൽ the region R is given by the inequalities a less than or equal to x less than or equal to b, r of x less than or equal to y less than or equal to s of x. സോ ഇവിടെ എക്സിന് കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് ആണ്, അതുപോലെ y എന്നുള്ള വേരിയബിൾ ലിമിറ്റ്സ് ആണ്. അവിടെ അതിൻ്റെ ലിമിറ്റ്സ് വരുന്നത് സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ആർ ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, അതുപോലെ എസ് ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. സോ ഇവിടെ എക്സിനാണ് കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ്, വൈക്ക് വേരിയബിൾ ലിമിറ്റ്സ് ആണ്. സോ നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ എക്സ് എന്നുള്ള വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ആർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു എ ടു എക്സ് ഈക്വൽ ടു ബി, ഇൻ്റഗ്രൽ വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ് ടു വൈ ഈക്വൽ ടു എസ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എക്സ് എന്നുള്ള വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഇൻ്റഗ്രാൻഡിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ കൺസിഡർ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഫംഗ്ഷൻസ് ഓഫ് എക്സ് ആയതുകൊണ്ട് റിസൾട്ടിങ് ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. അത് ഫൈ ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. ദെൻ ഇക്വേഷൻ 1 ബിക്കംസ് ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ആർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഫൈ ഓഫ് എക്സ് ഡി എക്സ്. സോ അത് ഫംഗ്ഷൻ ഓഫ് എക്സ് മാത്രമായിരിക്കും. സാധാരണ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് കേസിൽ റീജിയൻ ആർ ഈസ് ഗിവൺ ബൈ ദി ഇനിക്വാലിറ്റീസ് ജി ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് വൈ, സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി. സോ ഇവിടെ എക്സിന് വേരിയബിൾ ലിമിറ്റ്സ് ആണ്, അതുപോലെ വൈക്ക് കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് ആണ്. സോ നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതിനുശേഷം റിസൾട്ടിങ് ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ആർ ഈക്വൽ ടു ഇൻ്റഗ്രൽ വൈ ഈക്വൽ ടു സി ടു വൈ ഈക്വൽ ടു ഡി, ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ ടു എക്സ് ഈക്വൽ ടു എച്ച് ഓഫ് വൈ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. ഇവിടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ വൈ എന്നുള്ള വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഇൻ്റഗ്രാൻഡിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൺസിഡർ ചെയ്തതിന് ശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ റിസൾട്ടിങ് ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ ഓഫ് വൈ ആയിട്ട് മാറും. അത് സൈ ഓഫ് വൈ ആണെന്ന് വിചാരിക്കുക. ദെൻ ഇക്വേഷൻ 2 ബിക്കംസ് ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ആർ ഈക്വൽ ടു ഇൻ്റഗ്രൽ സി ടു ഡി സൈ ഓഫ് വൈ ഡി വൈ. സോ അത് സിംഗിൾ വേരിയബിളുള്ള ഒരു ഫംഗ്ഷനാണ്. സാധാരണ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് പോലെ അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. സോ നോൺ റെക്റ്റാങ്കുലർ റീജിയനിലുള്ള ഒരു ഫംഗ്ഷൻ്റെ ഡബിൾ ഇൻ്റഗ്രൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഫ്യൂനിസ് തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ഒരു മെത്തേഡാണ്. അതിൻ്റെ ബേസായിട്ട് വരുന്ന തിയറം നമുക്ക് നോക്കാം. ഫ്യൂനിസ് തിയറം അതിൻ്റെ സ്ട്രോങ്ങർ ഫോമാണ്. നമ്മൾ ഓൾറെഡി റെക്റ്റാങ്കുലർ റീജിയനിൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഫ്യൂനിസ് തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ ഫസ്റ്റ് ഫോമാണ്. അതിൻ്റെ ജനറലൈസ്ഡ് വേർഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ ആർ എന്നുള്ള റീജിയനിൽ കണ്ടിന്യൂസ് ആണ് എന്ന് വിചാരിക്കുക. ദെൻ ഫസ്റ്റ് കേസ് ഇഫ് ആർ ഈസ് ദി റീജിയൻ ഗിവൺ ബൈ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, r of x less than or equal to y less than or equal to s of x, where r and s are continuous on closed interval a, b. സോ ഇവിടെ എക്സിന് കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് ആണ്. എക്സ് വാരി ചെയ്യുന്നത് എ മുതൽ ബി വരെയാണ്. വൈക്ക് വേരിയബിൾ ലിമിറ്റ്സ് ആണ്. അതിൻ്റെ ലിമിറ്റ്സ് ആയിട്ട് വരുന്നത് എക്സ് വേരിയബിൾ ആയിട്ട് വരുന്ന രണ്ട് ഫംഗ്ഷൻസ് ആണ്. ഈ ഒരു റിസൾട്ട് ആപ്ലിക്കബിൾ ആകണമെങ്കിൽ അതിൻ്റെ ലിമിറ്റിംഗ് ഫംഗ്ഷൻ ആർ ഓഫ് എക്സും എസ് ഓഫ് എക്സും ക്ലോസ്ഡ് ഇൻ്റർവൽ എ, ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ആർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഇൻ്റഗ്രൽ ആർ ഓഫ് എക്സ് ടു എസ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. സോ നമുക്കിത് ഐട്രേറ്റഡ് ഇൻ്റഗ്രൽസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ എക്സ് എന്നുള്ള വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതിനുശേഷം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. ദെൻ യൂഷ്വൽ മെത്തേഡ് യൂസ് ചെയ്ത് ആ ഒരു ഇൻ്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. Then second case in if R is the region given by c less than or equal to y less than or equal to d, g of y less than or equal to x less than or equal to h of y. സോ ഇവിടെ വൈക്ക് കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് ആണ്. എക്സ് എന്നുള്ള വേരിയബിളിന് വേരിയബിൾ ലിമിറ്റ്സ് ആണുള്ളത്. അത് ലിമിറ്റ് ചെയ്യുന്നത് രണ്ട് ഫങ്ഷൻസ് ഓഫ് വൈ ആണ്, ജിയും എച്ചും.
ഈ റിസൾട്ട് അപ്ലിക്കബിൾ ആകണമെങ്കിൽ ജി ഓഫ് വൈയും എച്ച് ഓഫ് വൈയും ക്ലോസ്ഡ് ഇൻ്റർവൽ സി കോമ ഡിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഡബിൾ ഇൻ്റർവൽ ഓഫ് എഫ് ഓവർ ആർ ഈക്വൽ ടു ഇൻ്റർവൽ സി ടു ഡി ഇൻ്റഗ്രൽ ജി ഓഫ് വൈ ടു എച്ച് ഓഫ് വൈ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. സോ നമുക്ക് ഡബിൾ ഇൻ്റഗ്രലിനെ ഐട്രേറ്റഡ് ഇൻ്റഗ്രൽസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ വൈ എന്നുള്ള വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ദെൻ ഇൻ്റഗ്രാൻഡിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൺസിഡർ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത് രണ്ടും ഫങ്ഷൻസ് ഓഫ് വൈ ആയതുകൊണ്ട് റിസൾട്ടിങ് ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ ഓഫ് വൈ ആയിരിക്കും. ദെൻ അത് യൂഷ്വൽ ഇൻ്റഗ്രേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. സോ അതാണ് ഫിബിനിസ് തിയറത്തിൽ പറയുന്നത്. ഈ തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ്. നമുക്ക് ആദ്യം ഡബിൾ ഇൻ്റഗ്രൽസിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഇഫ് എഫ് ഓഫ് എക്സ് വൈ ആൻഡ് ജി ഓഫ് എക്സ് വൈ ആർ കണ്ടിന്യൂസ്, then first one constant multiple rule, double integral over r c into f of xy dA equal to c into double integral over r f of xy dA. Then second one sum rule and difference rule, double integral over r f of xy plus g of xy dA equal to double integral over r f of xy dA plus double integral over r g of xy dA. അതുപോലെ തന്നെ double integral over r f of xy minus g of xy dA equal to double integral over r f of xy dA minus double integral over r g of xy dA. then third one domination rule ആണ്. അത് രണ്ടെണ്ണം ഉണ്ട്. ആദ്യത്തെ if f of xy greater than or equal to 0 on r then double integral over r f of xy dA greater than or equal to 0. അതായത് f എന്നുള്ള ഫംഗ്ഷൻ നോൺ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എന്നുള്ളത് നോൺ നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ സെക്കൻഡ് വണ്ണിൽ ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ ഓൺ ആർ, അതായത് റീജിയൻ ആറിൽ ഏതൊരു പോയിൻ്റ് എക്സ് വൈ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ ആണെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ജി ഓഫ് എക്സ് വൈ ഡി എ. ഫോർത്ത് വൺ അഡിറ്റിവിറ്റി റൂളാണ്. ആർ എന്നുള്ള റീജിയൻ ഓവർലാപ്പ് ചെയ്യാത്ത രണ്ട് റീജിയൻസ് ആർ വൺ ആൻഡ് ആർ ടുവിൻ്റെ യൂണിയൻ ആണെങ്കിൽ, അതായത് ആർ ഈസ് ദി യൂണിയൻ ഓഫ് ടു നോൺ ഓവർലാപ്പിംഗ് റീജിയൻസ് ആർ വൺ ആൻഡ് ആർ ടു. അങ്ങനെയാണെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ വൺ എഫ് ഓഫ് എക്സ് വൈ ഡി എ പ്ലസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ടു എഫ് ഓഫ് എക്സ് വൈ ഡി എ. അതായത് ആർ എന്നുള്ള റീജിയൻ നോൺ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള രണ്ട് റീജിയൻസ് ആർ വൺ ആൻഡ് ആർ ടു ഇതിൻ്റെ യൂണിയൻ ആണെങ്കിൽ ആർ എന്നുള്ള റീജിയനിൽ എഫിൻ്റെ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ആർ വണ്ണിലും ആർ ടുവിലും സെപ്പറേറ്റ് എഫിൻ്റെ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് അത് ആഡ് ചെയ്താൽ മതി. then നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ സ്കെച്ച് ദി റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ ആൻഡ് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to 1 മൈനസ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ഡി എക്സ്. ഇവിടെ എക്സിന് കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് ആണ്, വൈക്ക് വേരിയബിൾ ലിമിറ്റ്സ് ആണ്. അതിൻ്റെ ലിമിറ്റ്സ് ആയിട്ട് വരുന്നത് വൈ ഈക്വൽ ടു 0യും അതുപോലെ വൈ ഈക്വൽ ടു 1 മൈനസ് എക്സുമാണ്. സോ നമുക്ക് ആദ്യം റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ സ്കെച്ച് ചെയ്യാം. ഇവിടെ എക്സ് വാരി ചെയ്യുന്നത് 0 മുതൽ 1 വരെയാണ്. അതുപോലെ വൈയുടെ ലിമിറ്റായിട്ട് വരുന്നത് വൈ ഈക്വൽ ടു 0യും വൈ ഈക്വൽ ടു 1 മൈനസ് എക്സുമാണ്. സോ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള റീജിയൻ ആയിരിക്കും. അതൊരു ട്രയാങ്കുലർ പ്ലേറ്റ് ആണ്. അതിനെ ബൗണ്ട് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 0 അതായത് വൈ ആക്സിസ്, വൈ ഈക്വൽ ടു 0 അതായത് എക്സ് ആക്സിസ്, അതുപോലെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. ഈ 3 ലൈൻസ് കൂടി ബൗണ്ട് ചെയ്യുന്ന ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള റീജിയൻ ആണ് നമ്മുടെ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ. അവിടെ റൈറ്റ് സൈഡിൽ അത് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. സോ ആദ്യം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, അതിനുശേഷം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. കാരണം ഇവിടെ വൈക്കാണ് വേരിയബിൾ ലിമിറ്റ്സ്, എക്സിന് കോൺസ്റ്റൻറ്റ് ലിമിറ്റാണ്. സോ ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to 1 മൈനസ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to 1 മൈനസ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ഡി എക്സ്. ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എക്സ് എന്നുള്ള വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ എക്സ് സ്ക്വയർ എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്നുള്ളത് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ആണ്. അതുപോലെ വൈ സ്ക്വയറിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്നുള്ളത് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ 3. ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ വൈ പ്ലസ് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ 3. വൈയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് മൈനസ് 0 പ്ലസ് 1/3 ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ ക്യൂബ് മൈനസ് 0 ഡി എക്സ്. അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് പ്ലസ് 1 മൈനസ് എക്സ് ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഡി എക്സ്.
ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 3x² ഇൻറ്റു 1 മൈനസ് എക്സ് പ്ലസ് 1 മൈനസ് 3x പ്ലസ് 3x² മൈനസ് x³ ഡിവൈഡഡ് ബൈ 3 dx. ദെൻ 1/3 കോമൺ ആയിട്ട് ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുക്കാവുന്നതാണ്. 1/3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 മൈനസ് 3x പ്ലസ് 6x² മൈനസ് 4x³ dx. സോ ഇത് ഫംഗ്ഷൻ ഓഫ് എക്സ് മാത്രമാണ്. സാധാരണ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് പോലെ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. 1ൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്റ്റ് എക്സ്, 1ൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് എക്സ്. മൈനസ് 3xൻ്റെ വിത്ത് റെസ്പെക്റ്റ് എക്സ് ആൻറ്റി ഡെറിവേറ്റീവ് മൈനസ് 3x² ഡിവൈഡഡ് ബൈ 2, 6x²ൻ്റെ 2x³, അതുപോലെ മൈനസ് 4x³ മൈനസ് x⁴. ഇതെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു എക്സ് മൈനസ് 3x² ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2x³ മൈനസ് x⁴. എക്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 1 മൈനസ് 3/2 പ്ലസ് 2 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 1/6. അതാണ് ഗിവൺ ഡബിൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കെച്ച് ദി റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ ആൻഡ് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to y² 3y³ e⁻xy dx dy. സോ ഇവിടെ എക്സിന് വാരിയബിൾ ലിമിറ്റ്സ് ആണ്, അതുപോലെ വൈക്ക് കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് ആണ്. സോ നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, അതിനുശേഷം റിസൾട്ടിങ് ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആദ്യം റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ സ്കെച്ച് ചെയ്യാം. ഇവിടെ വൈക്ക് കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് ആണ്, വൈ വാരി ചെയ്യുന്നത് 0 മുതൽ 1 വരെയാണ്. അതുപോലെ എക്സിന് വാരിയബിൾ ലിമിറ്റ്സ് ആണ്, എക്സിൻ്റെ ലിമിറ്റ്സ് ആയിട്ട് വരുന്നത് എക്സ് ഈക്വൽ ടു 0യും അതുപോലെ എക്സ് ഈക്വൽ ടു y²ഉമാണ്. സോ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള റീജിയൻ ആണ്. ഈ റീജിയനെ ബൗണ്ട് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 1 ഈ രണ്ട് ലൈൻസും, അതുപോലെ എക്സ് ഈക്വൽ ടു y² എന്നുള്ള പരാബോളയുമാണ്. അവിടെ റൈറ്റ് സൈഡിൽ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ വൈ എന്നുള്ള വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഇൻ്റഗ്രാൻഡിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൺസിഡർ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു ഫംഗ്ഷൻ ഓഫ് വൈ ആയിട്ട് മാറും. ദെൻ സാധാരണ പോലെ അത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to y³ 3y³ e⁻xy dx dy ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to y² 3y³ e⁻xy dx dy. ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ y എന്നുള്ള വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നു. 3y³ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. ദെൻ e⁻xyയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണ് e⁻xy ഡിവൈഡഡ് ബൈ y. സോ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 3y³ ഇൻറ്റു e⁻xy ഡിവൈഡഡ് ബൈ y. എക്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 3y² ഇൻറ്റു e⁻y³ മൈനസ് e⁻0 dy. e⁻0 എന്നുള്ളത് 1 ആണ്. അതിൽ നിന്നും വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 3y² ഇൻറ്റു e⁻y³ മൈനസ് 3y² dy. ഇപ്പോൾ ഇൻ്റഗ്രാൻഡ് വൈയിലുള്ളൊരു ഫംഗ്ഷനാണ്. അത് സാധാരണ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ ഇത് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിലെ ഫസ്റ്റ് ടേം 3y² ഇൻറ്റു e⁻y³ എന്നുള്ള ടേമിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യമുള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ രണ്ട് ഇൻ്റഗ്രൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 3y² ഇൻറ്റു e⁻y³ dy മൈനസ് 3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 y² dy. ഫസ്റ്റ് ഇൻ്റഗ്രലിൽ put u equal to y³ then du equal to 3y² du. So integral 3y² e⁻y³ dy equal to integral e⁻u du which is equal to e⁻u plus c. 3y² into e⁻y³ എന്നുള്ളതിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണ് e⁻y³. അതുപോലെ തന്നെ നമുക്കറിയാം y² എന്നുള്ളതിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണ് y³ ഡിവൈഡഡ് ബൈ 3. സോ 3y²ൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണ് y³. അതിൽ നിന്നും വിച്ച് ഇസ് ഈക്വൽ ടു e⁻y³ മൈനസ് y³. വൈയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു e⁻1 മൈനസ് e⁻0 മൈനസ് ഓഫ് 1 മൈനസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു e-2. e⁻1 എന്നുള്ളത് e ആണ്, അതുപോലെ e⁻0 എന്നുള്ളത് 1 ആണ്. അതിൽ നിന്നും വിച്ച് ഇസ് ഈക്വൽ ടു e-2. അതാണ് ഗിവൺ ഡബിൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കെച്ച് ദി റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ ആൻഡ് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to π ഇൻ്റഗ്രൽ 0 to x x ഇൻറ്റു സൈൻ y dy dx. ഇവിടെ എക്സിന് കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് ആണ്, അതുപോലെ വൈക്ക് വാരിയബിൾ ലിമിറ്റ്സ് ആണ്. ആദ്യം നമുക്ക് റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ സ്കെച്ച് ചെയ്യാം.
ഇവിടെ എക്സ് വാരി ചെയ്യുന്നത് 0 മുതൽ പൈ വരെയാണ്. അതുപോലെ വൈനെ ലിമിറ്റ് ചെയ്യുന്നത് y = 0യും അതുപോലെ y = എക്സുമാണ്. സോ നമ്മുടെ റീജിയൺ ഓഫ് ഇൻ്റഗ്രേഷൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള റീജിയൺ ആയിരിക്കും. ആ റീജിയനെ ബൗണ്ട് ചെയ്യുന്നത് x = പൈ y = 0 ഈ രണ്ട് ലൈൻസും അതുപോലെ y = x എന്നുള്ള ലൈനും കൂടിയാണ്. ഒരു ട്രയാങ്കുലർ പ്ലേറ്റ് ആണ് റീജിയൺ ഓഫ് ഇൻ്റഗ്രേഷൻ. അവിടെ റൈറ്റ് സൈഡിൽ അത് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യം വിത്ത് റെസ്പെക്റ്റ് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ x എന്നുള്ള വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഇൻ്റഗ്രാൻഡിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്റ്റ് ടു y കൺസിഡർ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്തതിന് ശേഷം റിസൾട്ടിങ് ഫംഗ്ഷനെ സാധാരണ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ ഗിവൺ ഡബിൾ ഇൻ്റഗ്രൽ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു പൈ ഇൻ്റഗ്രൽ 0 ടു എക്സ് എക്സ് സൈൻ വൈ ഡി വൈ ഡി എക്സ്. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ എക്സ് എന്നുള്ള വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സൈൻ വൈയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണ് മൈനസ് കോസ് വൈ. അതിൽ നിന്നും എക്സ് സൈൻ വൈയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണ് മൈനസ് എക്സ് കോസ് വൈ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു പൈ എക്സ് ഇൻറ്റു മൈനസ് കോസ് വൈ. വൈയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു പൈ എക്സ് ഇൻറ്റു മൈനസ് കോസ് എക്സ് പ്ലസ് കോസ് 0 ഡി എക്സ്. കോസ് 0 എന്നുള്ളത് 1 ആണ്. അതിൽ നിന്നും വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു പൈ എക്സ് മൈനസ് എക്സ് കോസ് എക്സ് ഡി എക്സ്. ദെൻ ഇതിലെ സെക്കൻഡ് ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അതിനെ രണ്ട് ഇൻ്റഗ്രൽസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു പൈ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 0 ടു പൈ എക്സ് കോസ് എക്സ് ഡി എക്സ്. സോ ഇൻ്റഗ്രൽ 0 ടു പൈ എക്സ് കോസ് എക്സ് ഡി എക്സ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എക്സ് കോസ് എക്സ് ഡി എക്സ് കൺസിഡർ ചെയ്യുന്നു. അത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്ത് അത് ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ ഇൻ്റഗ്രൽ എക്സ് കോസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് സൈൻ എക്സ്. സോ എക്സ് സൈൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ്. കാരണം എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അതുപോലെ കോസ് എക്സിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് സൈൻ എക്സ് ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ്. ദെൻ സൈൻ എക്സിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് മൈനസ് കോസ് എക്സ് എന്നുള്ളത് കൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സി. സോ എക്സ് കോസ് എക്സ് എന്നുള്ളതിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. എക്സിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് എക്സ് സ്ക്വയർ ബൈ 2. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഗിവൺ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2. അവിടെ എക്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാനുണ്ട്. മൈനസ് ഓഫ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. അവിടെയും എക്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു പൈ സ്ക്വയർ മൈനസ് 0 മൈനസ് ഓഫ് പൈ സൈൻ പൈ പ്ലസ് കോസ് പൈ മൈനസ് ഓഫ് 0 പ്ലസ് കോസ് 0. ദെൻ സൈൻ പൈ എന്നുള്ളത് 0 ആണ്. കോസ് പൈ ഈക്വൽ ടു -1 കോസ് 0 ഈക്വൽ ടു 1. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു പൈ സ്ക്വയർ മൈനസ് ഓഫ് -1 -1 വിച്ച് ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 2 പ്ലസ് 2. അതാണ് ഗിവൺ ഡബിൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ.